ഗുഡ് മോർണിംഗ്. ഞാൻ പാട്ട് കേൾക്കാൻ പോയപ്പോ എൻ്റെ ദോശ വഴി പോലെയായി. ചീസ് ആണ് ചീസ് ചിക്കൻ നഗറ്റ്സ്. പിന്നെ നമ്മൾ അന്നുണ്ടാക്കി കാണിച്ചില്ലേ ഫ്രഞ്ച് ഫ്രൈസ്, മസാല ഫ്രഞ്ച് ഫ്രൈസ്. ഞാൻ ദോശ കഴിച്ചപ്പോൾ മോന് ചിക്കൻ നഗറ്റ്സും അമ്മോ ഇറ്റ്സ് റെഡി കം, അവൻ്റെ ചിക്കൻ നഗറ്റ്സും ഇതും സാൻഡ്വിച്ച് എന്തെങ്കിലും കൂടി കഴിക്കട്ടെ, കൂട്ടി കഴിക്കട്ടെ, അത് കഴിക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ, ഫ്രഞ്ച് ടോസ്റ്റ്, സാൻഡ്വിച്ച്, ഫുള്ളി യൂറോപ്യൻ സ്റ്റൈൽ ടുഡേ. ഓക്കെ, ഇന്നലെ പുട്ടായിരുന്നെങ്കിൽ ഇന്നിത് ഫ്രഞ്ച് ഫ്രൈസ്. അത് നമുക്ക് മാക്ഡൊണാൾഡ് കിട്ടുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഓക്കെ, അതൊക്കെ മസാല, അതാണ് അതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. മസാല ഫ്രഞ്ച് ഫ്രൈസ് ആണ്. So this is all today's breakfast. പുള്ളിക്കാരൻ്റെ സാൻഡ്വിച്ച്, നല്ല സാൻഡ്വിച്ച് ഉണ്ടാക്കി തരും കേട്ടോ. സൂപ്പർ സാൻഡ്വിച്ച്, നമുക്ക് നല്ല സോഫ്റ്റ്. അത് സാൻഡ്വിച്ചിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. നാട്ടിൽ എൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർക്ക് പോകുമ്പോൾ അവർ വണ്ടിയിലൊക്കെ വെച്ച് കഴിക്കാനായിട്ട് അവർക്ക് എന്താ പറയുക, അങ്കിള് ഉണ്ടാക്കി കൊടുക്കുന്ന സാൻഡ്വിച്ചും ഇതുപോലെ നഗറ്റ്സും ഫ്രൈസും ഒക്കെ മതിയായിരുന്നു. ഓക്കെ, സൂപ്പർ സാൻഡ്വിച്ചാണ്. ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടും ഇതാ വന്നത് സെറ്റോയിന്ന് എന്താണെന്ന് നോക്കട്ടെ. അഴിച്ച് പിന്നെ ഇതൊന്നും എടുക്കുവോ? ഞാൻ അഴിച്ച് ഇത് ഇത് നിനക്കാ? ഓക്കെ, ഇറ്റ്സ് ഫോർ യു. ഞാൻ ബ്രോ എന്താണ് ഉണ്ട്. ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടോടെ നോക്ക്. വാവ്, സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ്. ഇതെനിക്കല്ല കേട്ടോ, ഇത് അമ്മൂന്, അവന്. നമുക്ക് നമ്മുടെ ദോശയും ചമ്മന്തിയൊക്കെ മതിയേ. അയ്യോ, നോക്ക്, ഞാൻ ഇത്രയും ഫ്രൈസ് ഉണ്ടാക്കിയിട്ടും നോക്ക്. പാട്ടിയാ ഇതെന്തോ ഇരിക്കുന്നു. ഇത്രയും ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഉണ്ടാക്കി ചിലപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നതായിരിക്കും. നോക്ക്, ഇതെല്ലാം കൂടെ ആയിട്ട് ചിക്കൻ ഡയറ്റും. അവരുടെ കുറേ ചട്നി, അവരുടെ ഇത് മയണൈസ്, നല്ല നല്ല മയണൈസ് ആണ് അവരുടെ. എനിക്കറിയാം, അത് പിരിക്കില്ല. ഇത് പിന്നെ സോസ് ഇവിടെ ഞാൻ ഇവിടുത്തെ ജോലിക്കാർക്ക് കൊടുത്തു വിടുക, കെട്ട് കിടക്കിലായി വരുന്നത് കൊണ്ടുള്ളത്. ഓക്കെ, ഇത് നല്ലത്, ഇത് മയണൈസ് വൈറ്റ്, ഇതെനിക്ക് ഇഷ്ടമാണ് ഇവിടെ. ഇനിയുണ്ട് കേട്ടോ. ഇനി എന്താ ഇത്? ഫീബി ഇങ്ങനെ നോക്കിയിരിക്കുക. ഫീബി ഉറക്കത്തിലായിരുന്നല്ലോ. നൗ യു ആർ സ്ലീപ്പിംഗ് ടൈം. പക്ഷെ ഇവിടെ ഇത് വന്നാൽ ഫീബി ഇവിടെ വരും. ഓക്കെ, ഇവിടെ ഫീബി വിളയിൽ കിടക്കണം. ചിക്കൻ വിങ്സ് സൂപ്പർ. ഓക്കെ, this is all. Okay, nothing. Bye. Come, Phoebe. Morning.
ഒറ്റയ്ക്കേ ഉള്ളു ചമ്മന്തിയൊക്കെ. ദോശയും ചമ്മന്തിയും നമ്മുടെ സാൻഡ്വിച്ചും ഒക്കെ എന്താ പറയുക, ഇവിടെ ഇല്ലെങ്കിൽ ഇടയ്ക്ക് കഴിക്കും. എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. പക്ഷേ എനിക്കപ്പം ഒരു ദോശ കഴിക്കണമെന്ന് തോന്നി. ഞാൻ അന്നേരം വീഡിയോ എടുക്കാൻ തോന്നിയപ്പോഴത്തേക്ക് എൻ്റെ ദോശ വടി പോലെ. നോർമലി ഞാൻ തട്ട് ദോശ, കുട്ടി ദോശ അങ്ങനെ ചുട്ട് കഴിക്കും. മോന് ദോശ അങ്ങനെ കഴിക്കാറില്ല. എപ്പോഴെങ്കിലും കഴിച്ചാൽ ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് വേണം. പുള്ളിക്കാരൻ പിന്നെ എങ്ങനെയായാലും ഓക്കെയാണ്. എന്നാലും ക്രിസ്പിയാണ് കുറച്ചുകൂടി ഇഷ്ടം. തലമുടി എന്നോട് ഇങ്ങനെ ഇരിക്കുന്നു. എഴുന്നേറ്റ് വന്ന വരവ്. നല്ല ചട്നി. താഴെ പോയി റെഡ് ചട്നി. ഓക്കെ, ഇനി വിശേഷം പറയാം. കുറച്ച് കഴിച്ചിട്ട് വിശേഷം പറയാം. അല്ലെങ്കിൽ ചായ തണുത്ത് പോകും. ചായ എനിക്ക് നല്ല ചൂട് വേണം. ചായ ഞാൻ തന്നെ ഉണ്ടാക്കണം. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇവിടെ ആരും ഓഫ് കോഴ്സ് ബാക്കി എല്ലാം കുക്ക് ചെയ്യാൻ അറിയാം പുള്ളിക്കാരന്. ചായ ഉണ്ടാക്കാൻ അറിയത്തില്ല. പിന്നെ എന്താ പറയുക, മോനാണെങ്കിലും അതെ. അയ്യോ, എനിക്ക് എപ്പോഴോ ഒരിക്കൽ ഇതുപോലെ തീരെ വയ്യ. സാധാരണ എത്ര വയ്യെങ്കിലും ഞാൻ തന്നെ വന്നിരുന്നിട്ട് എനിക്ക് ചായ ഉണ്ടാക്കും. കാരണം മേഡും ഞാൻ പറഞ്ഞില്ല, അവരാരും ഉണ്ടാക്കി ശരിയാവില്ല. മോൻ കഷ്ടപ്പെട്ട് ഇങ്ങനെയോ ആദ്യമായിട്ടൊരിക്കൽ എനിക്ക് ചായ ഉണ്ടാക്കി തന്നു. അത്ര എനിക്ക് വയ്യാതായപ്പോഴാണ്. പക്ഷെ ഇത്തിരി എന്താ പറയുക, കടുപ്പം കുറവായിരുന്നേ ഉള്ളായിരുന്നു കേട്ടോ. നന്നായിരുന്നു. എന്നിട്ട് വന്ന് നോക്കി ഇങ്ങനെ നിൽക്കും, എങ്ങനെയുണ്ട് മമ്മാന്ന് ചോദിച്ചാൽ. ആ സമയത്ത് കുറച്ച് ചൂട് എന്തേ കിട്ടിയാലും പക്ഷെ നന്നായിരുന്നു. അത് ഇത്തിരി എനിക്കൊരു മീഡിയം, ഒത്തിരി സ്ട്രോങ് ഒന്നും വേണം. ഇത്രയേ ഉള്ളൂ. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഇവിടെ വന്നേ പിന്നെ ഉറക്കം ശരിയാവുന്നില്ല. കാരണം ഇന്നലെ നെറ്റ്ഫ്ലിക്സിൽ കയറി. പുള്ളിക്കാരൻ പറഞ്ഞു ഉറങ്ങുന്ന നേരത്തെ വെറുതെ. അതിന് 2-3 ദിവസമായിട്ട് അവന് ബർത്ത്ഡേക്ക് മോൻ്റെ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഫ്രണ്ട്സ്. അവർ വരും, പിന്നെ കുറേ സമയം അവരുടെ കൂടെ ഇരിക്കും. ചിലപ്പോൾ 1 മണിയൊക്കെ കഴിയും കിടക്കുമ്പോൾ. അവരുമായിട്ട് വർത്താനം പറഞ്ഞിരിക്കും. കാര്യം ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. 1 മണി 2 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം. ഇന്നലെ ആരും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എന്താ പറയുക, എൻ്റെ നെറ്റ്ഫ്ലിക്സിൽ കയറി. കാര്യം ഒന്നിനും പറ്റുന്നില്ല. ഇവിടെ വന്നിട്ടും വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല. അപ്പം കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ട്രാവലാണ്. ഓക്കെ, സോ എനിക്ക് ഒന്നും കാണാൻ പറ്റാത്ത. അപ്പം നെറ്റ്ഫ്ലിക്സിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിട്ടും ഒരു പോളിഷ് ഒരു സീരീസ് ത്രില്ലർ. കാരണം നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ഒന്നും ഇല്ല, എൻ്റെ ടൈപ്പൊന്നും വരുന്നില്ല അധികം. ഓക്കെ, സോ ആ ഒരു ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു നല്ല. കാരണം ഞാൻ കണ്ടതൊക്കെ തന്നെ അതിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പം അതിങ്ങനെ നോക്കിയിട്ട് കയറിയപ്പം എന്താ പറയുക, ഒരു 6 എപ്പിസോഡ് എന്തോ മറ്റേ ഉള്ളു. അപ്പോൾ എത്ര എപ്പിസോഡൊന്നും നോക്കിയില്ല. ഇങ്ങനെ ജസ്റ്റ് ഓൺ ചെയ്തപ്പോൾ തന്നെ ഇത് വന്നു. ഒരു പോളിഷ് സീരീസ് ക്രൈം ത്രില്ലറാണെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ചടിക്കയറി. അതിനകത്ത് കയറി സ്റ്റാർട്ട് ചെയ്തിരുന്നപ്പോഴത്തേക്ക് ഓക്കെ.
പിന്നെ നമ്മുടെ സ്പാനിഷും പോളിഷും ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ഞാൻ കുറേയൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് ആ ഒരു ഇതൊക്കെ എന്നിട്ട് പിന്നെ ഞാനിരുന്ന് പിന്നെ അങ്ങോട്ട് ഒരു ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം ലെവലായി. അപ്പം 46 മിനിറ്റ്സ് കണ്ടുണ്ട് ഒരു എപ്പിസോഡ് വെച്ചിട്ട്. ഇരുന്നിരുന്ന 4 കണ്ടപ്പോൾ എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. പിന്നെ ഒരു 2 more കണ്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് വേണ്ട, കാരണം സാധാരണ ഞാൻ തുടങ്ങിയ അത് കഴിയാതെ ഫിനിഷ് ചെയ്യാണ്ട് കിടക്കില്ല. പക്ഷേ അത് വേണ്ട, കാരണം സംഭവം എനിക്ക് ഏകദേശം പിടികിട്ടി തുടങ്ങി. അപ്പോഴത്തേക്ക് ഇത് അല്ലെങ്കിലും അതുകൊണ്ടല്ല, പിന്നെയും 46 മിനിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും സമയം വീണ്ടും ഇരിക്കണം. അപ്പോഴത്തേക്ക് 2 o'clock 3 o'clock ആവും. ഇപ്പം ഞാൻ വിചാരിച്ച് വേണ്ട, അതുകൊണ്ട് എൻ്റെ മുഖം കണ്ടോ സീരിയസ്ലി ഞാൻ പോയി കിടന്നു. ആരുമില്ല, പുള്ളിക്കാരൻ പോയി. മോന് ഉണ്ടെന്ന് തോന്നുന്നു വർക്ക്. ഇത് ഫ്രൈഡേ അല്ലേ, അവന് വർക്ക് ഫ്രം ഹോമാണ്. അപ്പം അവനുണ്ടാവും. അതുകൊണ്ട് ഫീബിയും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ആരും ഇല്ലെങ്കിൽ അവൾ ബെഡിൽ കിടക്കില്ല. അവിടെ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കത്തില്ല. ഇവിടെ വന്ന് എവിടെയെങ്കിലും അവിടെ മോൻ്റെ റൂമിൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. ഓ, അപ്പം എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചു വന്നേ, ഒന്നും അങ്ങോട്ട് വരുന്നില്ല. നോക്കട്ടെ, കുറച്ച് ഫ്രഷപ്പ് ആയിട്ട് വരാം. കാര്യം എന്തൊക്കെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഓക്കെ, സോ ഐ തിങ്ക് ഫ്രഷപ്പായിട്ട് പറയാൻ തോന്നുന്നു. ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കോബയിൽ വെച്ചുള്ള ഒരു പോലീസ് സ്റ്റോറി. ആക്ച്വലി ഞാനത് ഫുള്ള് ഇട്ടിട്ടില്ല. ഇടാഞ്ഞെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറയത്തില്ല ചില കാര്യങ്ങൾ അതുകൊണ്ടല്ല. ഞാനത് ഹറിബറിയിൽ ഹോട്ടൽ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അതായത് ഹറിബറി ചെയ്യേണ്ടി വന്നതല്ല, 7 days കഴിഞ്ഞപ്പം 7 days ഉള്ളായിരുന്നു അവിടെ. അത് കഴിഞ്ഞപ്പം ഞാൻ വേറെ എനിക്ക് പ്രിഫെക്സറിലുണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഒരു 2-3 ദിവസം കൂടെ ഒന്ന് നിൽക്കണം. ഞാൻ പറഞ്ഞില്ല, നല്ല ആംബിയൻസാണ്, നല്ല, കാരണം ഭയങ്കര ക്വയറ്റാണ്. എന്നാൽ റിച്ചസ്റ്റ് ഏരിയയാണ്, പക്ഷേ ഭയങ്കര ക്വയറ്റാണ്. നല്ലൊരു ഏരിയയൊക്കെയാണ്, പോഷ് ഏരിയയാണ്. ഓക്കെ, അപ്പം ഞാൻ ഹോട്ടലിലെത്തിയിട്ട് ഞാൻ ബീച്ചിലൊക്കെ അവിടെ പോയി തിരിച്ചു വന്ന് റൂം വെക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ പുള്ളിക്കാരൻ ഓൾറെഡി വേറെ എവിടെയോ പറഞ്ഞു, നോക്കി. കുറേ ദൂരമാണ്, ഒരുപാട് ദൂരം എന്ന് വെച്ചാൽ കുറേ മണിക്കൂർ അവിടുന്ന് തന്നെ അങ്ങാണ്ട് 45 minutes അങ്ങാണ്ട് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട ആയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ റിസപ്ഷനിലെ കുട്ടി അവളുമായിട്ട് കുത്തിയിരുന്ന് ഞങ്ങൾ നോക്കി. അപ്പം ഞാൻ അവളോട് പറഞ്ഞ്, എനിക്കൊരു 2 days മതി, എന്തായാലും ഞാൻ ഇവിടെ താമസിച്ചില്ലേ, അത്രയും വലിയ പോഷായിട്ടൊന്നും ഇല്ലെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് മതി. കാരണം ഞാൻ ലഗേജ് അല്ലേ അതിൽ അവിടെ നിന്ന് കൊടുക്കുന്നത്. കാര്യം ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ട്രാൻസ്ഫർ ചെയ്യാതെ വന്നതുകൊണ്ടാണ് അത്രയും വലിച്ചു കെട്ടിക്കൊണ്ട് വന്നത്. ഓക്കെ, സോ അതിന് കാര്യം ഉണ്ടായിരുന്നത്, ഇവിടെ വന്ന് കുറച്ച് റീപാക്കിങ് ചെയ്യണമായിരുന്നു. അതായിരുന്നു ആ ബാഗ് കൊടുത്തു വിടാഞ്ഞത്. കാര്യം ഇവിടെ നിന്ന് തന്നെ സൂട്ട് കേസ് വേറെ മേടിച്ച്, അതുകൊണ്ടാണ് അത്രയും വലിച്ചുകൊണ്ട് വന്നത്. അല്ലെങ്കിൽ ലഗേജ് എനിക്ക് അത്രയും വലിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല, എന്നാലും എൻ്റെ കയ്യിലുണ്ടാവും. കാരണം വലിയ 1-2 ബാഗേ കൊടുത്തു വിടത്തുള്ളൂ. ബാഗിനാണെങ്കിൽ നല്ല പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എല്ലാം കൊടുത്തു വിടാൻ പറ്റുന്നത്. ചെറിയ ബാഗുകൾ, ചെറിയ കിറ്റുകൾ, അങ്ങനെയുള്ള ബാക്ക് പാക്ക്, അങ്ങനത്തെ കുറച്ച് സാധനം എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ഡോങ്കേപേട്ടയിൽ പോയി ഡോങ്കേഹോട്ടെ അവിടുന്ന് ബാഗൊക്കെ മേടിച്ച് എല്ലാം റീപാക്ക് എല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞ് എല്ലാം കൊടുത്തു. റിസപ്ഷൻ കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന്, അതായത് ആലോചിച്ചോളൂ, ഒരു ബാഗ് ഞാൻ ഇനി 1 മാസം കഴിഞ്ഞിട്ടായിരുന്നു പോകുന്നത് അവിടോട്ടാണ് കൊടുത്തു വിട്ടത്. ഓക്കെ, സോ അങ്ങനെ പെട്ടെന്ന് ആ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ പ്രശ്നം വന്നപ്പം ഇവള് ഞാനും കൂടെ ഒത്ത്. അപ്പം ഇങ്ങനെ എന്താ ലവ് ഹോട്ടലെന്നും പറഞ്ഞു കിടക്കുന്നത്. അപ്പം എനിക്കറിയില്ല എന്താ ലവ് ഹോട്ടലെന്ന്. അതാ ഞാൻ പിന്നെ അവിടെ വെച്ച് അത് എടുക്കാഞ്ഞത്. അതാ ഞാൻ പറഞ്ഞ എൻ്റെ ടൈപ്പല്ല. അതുകൊണ്ടാണ് കാരണം കാരണം അതിനകത്ത് ഞാൻ അത്രയും വിശദമായിട്ടൊന്നും അപ്പോഴത്തന്നെ ഞാൻ ആ ഒരു വീഡിയോ ഇടണം എന്നറിയാൻ പറഞ്ഞില്ല. ഒരു ഹൈപ്പിന് വേണ്ടിയിട്ടോ ഒരു വൈറലാകാൻ വേണ്ടിയിട്ടോ ആയിരുന്നെങ്കിലും ഞാൻ അപ്പോഴത്തെ സിറ്റുവേഷനും ഒന്ന് ഷൂട്ട് ചെയ്താൽ മതി. ഞാൻ ഷൂട്ട് ചെയ്ത് പുള്ളിക്കാരൻ അയച്ചു കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് അപ്പോഴേ ഡിലീറ്റ് ചെയ്തു. ഓഫ് കോഴ്സ് അതിനകത്തുണ്ട് ഉണ്ടാവും. അപ്പം
അവിടുന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ അപ്പോഴും തന്നെ ഓൺ ദ സ്പോട്ടിൽ കോപ്സിനെ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ആദ്യം പുള്ളിക്കാരനല്ല ഞാൻ ഇത് ചെയ്തത്. ഓക്കെ, എന്നിട്ട് ഇതാക്കി. അപ്പം ഞാൻ ഇതുവരെ കണ്ട ജപ്പാനല്ല, ഞാനിപ്പം എന്താ പറയുക, ടോട്ടൽ ഒരു 85 ഡേയ്സ് ജപ്പാനിൽ താമസിച്ചിട്ടുണ്ട്. ഓക്കെ, 85 ഡേയ്സ് അല്ല, 55 ഡേയ്സ് കണ്ടിന്യൂസ് ആൻഡ് 30 ഡേയ്സ് ഫസ്റ്റ് ടൈം പോയപ്പം. ഇത്രയും ഞാൻ താമസിച്ചിട്ടുണ്ട്, 85 ഡേയ്സ്. ഓക്കെ, ഇതുവരെ ഞാൻ അങ്ങനൊരു സിറ്റുവേഷൻ കണ്ടിട്ടില്ല. ഓഫ് കോഴ്സ് ഞാൻ എന്താ പറയുക, നമ്മൾ താമസിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോസ് നോക്കിയാൽ അറിയാം, ഇതിൽ പോഷാണ്, എല്ലാം ഹൈ പോഷാണ് ഹോട്ടൽസ്. കാരണം അതിനൊരു കോംപ്രമൈസ് ഇല്ലാന്ന് അറിയാം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ഒറ്റയ്ക്കല്ലെങ്കിലും ഞാൻ ഇവിടെ ആയാലും എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെയാണ്. എനിക്ക് താമസിക്കാനും ഞാൻ പറയും അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് എടുക്കുകയുള്ളല്ലോ. അപ്പം അങ്ങനെ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് എന്താ പറയുക, അപ്പം ഇവളെന്നേരം എന്നോട് പറഞ്ഞ് ഇത് പിന്നെ, അപ്പം ആ കുട്ടി കോബയിലാണ്. ഓക്കെ, അവൾ കോബയക്കാരിയാണ്. അപ്പോൾ അവൾ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ശരി, അപ്പോൾ നമ്മൾ അത് വിട്ടു. അപ്പോൾ അപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത് അത് ലവ് ഹോട്ടൽ എന്ന് പറഞ്ഞു, അത് ലവേഴ്സിനാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ എന്താ പറയുക, ലിറ്ററലി പോയി ഒരു 2-3 ഹോട്ടൽസ് നോക്കി, നേരിട്ട് ചോദിച്ചപ്പോൾ അന്നേരം അവിടെ കാണാം, അവിടെ ഒസാക ഫെസ്റ്റിൻ്റെ കൊണ്ട് ഭയങ്കര ഇതാണ്. അപ്പോൾ അവർ പറഞ്ഞു സോറി, ഇവൻ ഒരു റൂം, ഇവൻ സിംഗിൾ റൂം ആയാലും ഇറ്റ്സ് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ്. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. ഓക്കെ, സോ ഇറ്റ് വാസ് സോ ഇത്. അങ്ങനെയാണ് ലാസ്റ്റ് മൊമെന്റിൽ. ഗുഡ് മോർണിംഗ്. ഫിലിപ്പീൻസില് ഓക്കെ, ഒക്ടോബറിൽ സൈക്ലോണും സുനാമിയെല്ലാം അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത ഈ മന്ത് എൻഡാനായിരുന്നു. ബട്ട് ഒക്ടോബറിലാക്കി ക്ലിയർ ചെയ്ത. അപ്പൊ എനിക്കും കുറച്ച് നല്ല കുറച്ച് മണി സേവ് ചെയ്യാൻ വരെ 2 മാസം ഉണ്ട്. ഓക്കെ ഓക്കെ, ഫിലിപ്പീൻസ്. Okay, then you are not coming with me. You are also going to Philippines? Not Philippines. I won't decide that now. But September, October. Yeah, we are going October. August, September I'm free. No? Okay, August, September we will plan. September will plan. Okay. Weather will be better. Yeah, that's the way. Even October also, it's... October is better actually. Philippines I don't know because I won't be there. Okay. But we were thinking Philippines or Vietnam because both the places weather are nice. But Philippines, they have nice islands and good scuba diving place. Okay. So we're going for scuba. Scuba you can do here also like that. No. It is Thailand. Best place in the world to do scuba is in Philippines. Philippines? Oh, that is a great news. I didn't know that. Okay, best scuba. Philippines have a lot of islands and everything. Okay. So we can island hop also. Oh. Nah, like Japan. Yes. Not Japan is so much islands, but it's not Philippines. I don't. Philippines, small islands. Okay. Japan is big. Okay, great. അവന് കാരണം ഇവരുടെ ബർത്ത്ഡേക്ക് അവർ പ്ലാൻ ചെയ്തിട്ട് ഇപ്പം വെതറിൻ്റെ കൊണ്ട് സൈക്ലോൺ അത് ഇതൊക്കെ ആയിട്ട് 2-3 ഇത്. അപ്പം ഇന്നലെ നൈറ്റിൽ ഫുള്ള് അവർ ഫ്രണ്ട്സും ആയിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു, പറ്റിയില്ല. അപ്പോൾ ഇനി ഒക്ടോബറിൽ. അപ്പം ഞാൻ ജപ്പാനിലായിരിക്കും, ഞാൻ ഒത്തിരി വിളിച്ചു. ഓക്കെ, പ്ലീസ് കം എന്ന് പറഞ്ഞിട്ട് വന്നില്ല. പിന്നെ അവസാനം ഒറ്റയ്ക്ക് പോയി, 15 ഡേയ്സിൽ ഒറ്റയ്ക്ക് പോയി. ഓക്കെ, സോ ഇപ്പം ഞാൻ ചോദിക്കുകയായിരുന്നു. അപ്പം ഓക്കെ, അതിൻ്റെ ഇടയിൽ അത് പോയി. അവർ ഒക്ടോബറിലേക്ക് പോകുന്നുള്ളൂ. നോക്കെ നന്നായി. സാധാരണ ഫസ്റ്റ് ടൈമാണ്, അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റും ഒക്കെ ഒരു ട്രിപ്പായിരിക്കും. ഫ്രണ്ട്സുമായിട്ടാണ് പോകുന്നത്. സോറി, നമ്മൾ പറഞ്ഞത് വിട്ടുപോയി. കട്ട് ചെയ്ത് പറയാം. സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. അപ്പം ഞാൻ അങ്ങനെ ആ ഹോട്ടൽ മാറ്റിയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പിന്നെ ഇരുന്ന് രാത്രിയിൽ ഒരു 8:30 കഴിഞ്ഞപ്പോഴത്തേക്ക്, ഓക്കെ, ഞാൻ റിസപ്ഷനിൽ വന്ന് ഒരു 8:30 കഴിഞ്ഞപ്പം ഞങ്ങൾ എന്താ പറയുക, പെട്ടെന്ന് നിയർ ബൈ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ഇത് വേണ്ട, കാരണം എല്ലാം എനിക്കിവിടെ നിയർ ബൈ അട്രാക്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഹോട്ടലിൻ്റെ നിയർ ബൈ എവിടെയെങ്കിലും ഗസ്റ്റ് ഹൗസ് ടൈപ്പ് ആയാലും ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ
ഇതിനു മുമ്പ് കേട്ടിട്ടേ ഉള്ളൂ ഗസ്റ്റ് ഹൗസിനെ കുറിച്ചൊക്കെ. ഓഫ് കോഴ്സ് എന്താ പറയുക, നമ്മൾ കമാക്കുറെ പോയി, അത് വേറൊരു ഇതായിരുന്നു, അതായത് ഗേഷ്യ ഹൗസ് ആയിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് എൻട്രി അവിടെ. പക്ഷെ ഇതങ്ങനെയല്ല. ഞാൻ ഇത് ബാക്ക് പാക്കേഴ്സും ബോയ്സും ഒക്കെ പോകുമ്പോൾ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഹോസ്റ്റൽസ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയല്ല. ഹോസ്റ്റൽസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇതാണ്, എന്താ പറയുക, അവർ അതുകൊണ്ട് ഞാൻ അത് വേണ്ട, എന്തെങ്കിലും ഗസ്റ്റ് ഹൗസ് ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു 2 ദിവസത്തേക്ക്. കാരണം അപ്പോൾ എൻ്റെ മനസ്സിൽ കമാക്കുറയിലെ എക്സ്പീരിയൻസ് ആണ്. ഇറ്റ് വാസ് ഫണ്ടാസ്റ്റിക്. ആ എപ്പിസോഡ് കാണാത്തവർ കാണണം. ഓക്കെ, സോ അത് എൻ്റെ ലൈഫിലെ വേറൊരു എന്താ പറയുക, അതൊരു വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ഇത് നോക്കാമെന്ന് പറഞ്ഞ് ഞാനും അവളും കൂടെ ഏതോ നിയർ ബൈ അവിടെ നോക്കി. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ 2 ദിവസത്തേക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ പിന്നെ നമ്മൾ കാർഡ് വെച്ചിട്ട് സാധാരണ പുള്ളിക്കാരനെ ഇവിടുന്ന് ചെയ്യും. ഞാനതല്ല, ഞാൻ തന്നെ ചെയ്തു, പേയ്മെൻറ്റും ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ട്. അപ്പം പുള്ളിക്കാരനോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് അപ്പോൾ പുള്ളി എന്തോ മീറ്റിങ്ങിൽ എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നോ ഫൈൻ, ഞാൻ നോ വറീസ്, ഞാൻ എല്ലാം ക്ലിയറായി, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വിട്ട്. അത് ഞാൻ ഡീൽ ചെയ്തല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഇവിടുന്ന് കുറച്ച് ബാഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഇതിൽ കാണാം നിങ്ങൾക്ക്, അവർ കോപ്സാണ് എൻ്റെ ബാഗ്സൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ. അപ്പോൾ അവർ ഞാൻ ബാഗൊക്കെ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ക്യാബ് ബുക്ക് ചെയ്തു. ഇവിടുന്ന് തന്നെ ഈ പിള്ളേർ തന്നെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ക്യാബ് ബുക്ക് ചെയ്ത്. ഇപ്പം ക്യാബിലൊരു പാവം പിടിച്ചൊരു എന്താ പറയുക, ഒരുപാട് പ്രായമുള്ളൊരു ഡ്രൈവറായിരുന്നു. ആ മനുഷ്യനില്ല അതിനകത്ത്. അപ്പോഴൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോകുന്നു, എല്ലാം അങ്ങ് എടുക്കാറില്ലല്ലോ. ഓക്കെ, സോ അങ്ങനെ പോയി ഇരിക്കുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു എന്താ പറയുക, കുറേ പോയി ഡൗൺ ടൗണിൽ പോയിട്ട് പിന്നെ റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു ഷോപ്പിൻ്റെ അവിടെ ഇട്ട്, സാധാരണ അവരാരും ഇതിനകത്ത് ഗൂഗിളിൽ നോക്കിയിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരൻ അവിടെ കാർ നിർത്തിയിട്ട്, അപ്പോൾ കാർ നിർത്തിയപ്പോഴത്തേക്ക് തന്നെ എന്തോ അറിയാം, ഒരു ഷോപ്പിൽ നിന്ന് ഒരു ആൾ പെട്ടെന്ന് ഇറങ്ങിയത്. അതൊന്നും അവിടെ പതിവുള്ളതല്ല. അയാൾ വന്നിട്ട് ചോദിച്ച് ഇവരുമായിട്ട് എന്തോ സംസാരിച്ച്. അപ്പം ഞാൻ അഡ്രസ്സ് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞ് ക്യാബിനോട് പറഞ്ഞ് ക്യാബ് പോകത്തില്ല, ക്യാബ് പോയിക്കോ. അപ്പം ഞാൻ പറഞ്ഞു നോ ഐ ക്യാൻ ടേക്ക് ദിസ് ലഗേജ് ആൻഡ് ഓൾ. ചെറിയ ബാഗ്സ് ആണെങ്കിലും ഉണ്ട്, കിച്ച് ഓക്കെ, ഒരു സൂട്ട് കേസും ഉണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു ഓൾറെഡി 2 സൂട്ട് കേസ് ഞാൻ വലുത് കൊടുത്തു വിട്ടു, പിന്നെ ക്യാബിൻ സൂട്ട് കേസും പിന്നെ അങ്ങനെ കുറച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു നോ ഐ ക്യാൻ ക്യാരി ഓൾ ദീസ് തിങ്സ്. അതുകൊണ്ട് ക്യാബ് എൻ്റെ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ എവിടെയും പോകുമ്പോൾ അങ്ങനെ ക്യാബ് എന്നിറങ്ങുക അവരെടുക്കും, പിന്നെ ഹോട്ടലിൽ നിന്ന് ആൾക്കാരെടുത്ത് വയ്ക്കും, അങ്ങനല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ നോ ക്യാബ് വോണ്ട് ഗോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് വെച്ചാൽ നോ ഗോ ക്യാബ് എന്ന് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഡ്രൈവർക്ക് പിന്നെ ഞാൻ പേ ചെയ്ത്. അപ്പോൾ ഒത്തിരി പ്രായമുള്ളൊരു അപ്പൂപ്പനായിരുന്നു. അതിൽ എനിക്കൊക്കെ ദേഷ്യം വന്നു. ഞാൻ വിചാരിച്ചത് ഈ അപ്പൂപ്പൻ ഇത് നോക്കിയിട്ട് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്നൊക്കെ എനിക്ക് മനസ്സിൽ തോന്നി, ഇങ്ങനെ കറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അപ്പൂപ്പൻ പോയി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞു അയൽ ടേക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഒരു എന്താ പറയുക, കുഞ്ഞു ഗലി പോലെ ഇങ്ങനെ അങ്ങോട്ട് നടന്ന് ഉള്ളിലോട്ട് പോയി. കുറച്ചേ ഉള്ളിലോട്ട് പോയെങ്കിലും പോയിട്ട് ഞാനൊരു ബോർഡ് ഒരു ഗസ്റ്റ് ഹൗസിൻ്റെയോ എന്തിൻ്റെയെങ്കിലും ഒരു സെറ്റപ്പ് ഒന്നും കാണുന്നില്ല. അപ്പോഴത്തേക്കേ തന്നെ ഞാൻ ഡിമ്മായി തുടങ്ങി. ഓക്കെ, ഞാൻ ചോദിച്ചു എവിടെ ഇയാൾ ഇവിടെ ഒരു എടുത്തു കൊണ്ടുവന്നിട്ട് ഒരു വീടിന് ഒരു ചെറിയൊരു ഇതിൻ്റെ പോലെ കൊണ്ടുവന്നിട്ട് ഗേറ്റ് ഉണ്ട് അവിടെ ചെറുത്, അവിടെ വന്നിട്ട് ഇയാൾ ഇതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വാട്ട് നോ ദിസ് ഇസ് അഡ്രസ്സ് എന്ന് പറഞ്ഞു. കാരണം ഞാൻ എന്തെങ്കിലും കാണണ്ടേ, ഒന്നുമില്ല. നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു ഇത് തന്നെയാന്ന് പറഞ്ഞിട്ട് നമ്പർ കാണിച്ചു, ഒരു കുഞ്ഞ് നമ്പർ അതിനകത്ത്. അപ്പോൾ അവിടെ ഒരു പെണ്ണും ഒരു ചെറുക്കനും പോയി. ഓക്കെ, അവർ 2 പേരിരുന്ന് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ കയ്യിലൊരു ഗ്ലാസ് ഡ്രിങ്ക്സും ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ടീ ആയിരിക്കുമെന്ന്. ഇവരെല്ലാവരും ഗ്രീൻ ടീ ആണല്ലോ കുടിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അവനെ കണ്ടിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ജപ്പാനിൽ കണ്ടിട്ടില്ലാത്ത ഒരു രൂപം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എന്താ പറയുക, നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്നവർ, അത് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഓക്കെ, നമ്മൾ ചില സ്ട്രീറ്റിലൊക്കെ മീൻസ് ചില സിനിമയിലൊക്കെ കാണുമ്പോൾ ഉള്ള അതേപോലെ ഒരു ഒട്ടും അപ്പീലിംഗ് അല്ലാത്ത 2 പേഴ്സൺസാണ് അവരിരിക്കുന്നത്. അത് അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.
അതിൽ കൂടുതൽ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനറിയില്ല. ഓക്കെ, അപ്പീലിംഗ് അല്ലാത്ത 2 ഇൻഡിവിജ്വൽസ് അവിടെ ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു ഇതാണോ എന്ന് ചോദിച്ചു, ഒന്ന് ആലോചിക്കണം. ആണെന്ന് പറഞ്ഞു, കയറാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്തോട്ട് പറഞ്ഞു. അപ്പോൾ ഇയാളെ ബാഗെല്ലാം അങ്ങോട്ട് വെച്ചിട്ട് ഇയാൾ ഓക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോഴത്തേക്ക് എൻ്റെ മുഖം അങ്ങ് വല്ലാതായി. അപ്പം ഞാൻ ജസ്റ്റ് ബാഗ് എടുത്ത്, കാര്യം പൈസയെല്ലാം ഉള്ള സൂട്ട് കേസാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എല്ലാം എടുത്ത് ഞാൻ അവിടെ വെച്ച്. അപ്പോൾ നമ്മൾ അറിയാമല്ലോ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ക്യാരി ചെയ്യുന്നത് പൈസയാണ്. ഓക്കെ, പിന്നെ കാർഡ്സ് പിന്നെ ഓക്കെയാണ്, പക്ഷേ പൈസ നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്ന് ക്യാഷ് മൊത്തം അതിനകത്തുണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് ആദ്യമായിട്ടാണ്, കാരണം എനിക്ക് ഒട്ടും എന്താ പറയുക ഇതില്ലാത്തൊരു കൺട്രിയാണ്, പേടിയില്ലാത്ത ഒരു കൺട്രിയാണ് ജപ്പാൻ. ഒരുപാട് രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും എൻ്റെ ബാഗും പൈസയൊക്കെ അവിടെ വെച്ചിട്ടായിരിക്കും ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്ന് ഷൂട്ട് ചെയ്തിട്ട് വരുന്നത് പോലും. ഓക്കെ, സോ അത് എനിക്കറിയാം, അവിടുത്തെ ആ ഒരു സിസ്റ്റം അറിയാവുന്നുണ്ട്. പക്ഷേ എന്താ ഇത് നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയത്തില്ല, നമ്മുടെ ഇന്നർ മൈൻഡിൽ നമുക്ക് പെട്ടെന്ന് ഓഫ് കോഴ്സ് ആ 6th സെൻസിൽ എനിക്ക് എന്തൊക്കെയോ തോന്നും. ഓക്കെ, അത് അപ്പോൾ എനിക്ക് ഇറ്റ്സ് നോട്ട് യുവർ പ്ലേസ് എന്ന് ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഓർത്ത് ഒരു രാത്രി, കാര്യം അപ്പോഴത്തേക്ക് വൈകുന്നേരമായി, പെട്ടെന്ന് അവിടെ അറിയാമല്ലോ, പെട്ടെന്ന് ഇരുട്ടായി തുടങ്ങും. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഒരു രാത്രിയെങ്കിലും എന്തെങ്കിലും ആവട്ടെ, ഓക്കെ എന്നാലും വേണ്ടിയില്ല, ഒരു രാത്രി നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അതിനകത്തോട്ട് കയറി ആ റിസപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടപ്പോൾ തന്നെ വലിയൊരു ഹാള്, അവിടെ ഒരു ഫ്രിഡ്ജ് എല്ലാം ഉണ്ട്, എല്ലാം റിസപ്ഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫ്രിഡ്ജ്, ഓവന് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, കോഫി മേക്കിങ്ങിൻ്റെ ഒക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഒട്ടും എന്താ പറയുക, നമ്മൾ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലം അതിൻ്റെ അവിടെ സൈഡൊക്കെ മാറ്റി വെച്ചിട്ട് ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും. ഓക്കെ, അവിടെ ഒതുക്കിയിട്ട് അങ്ങനെ ഒരിത്, അതുപോലെ ഒരു ഇത്. പൊതുവേ നമ്മൾ ജപ്പാനെ കുറിച്ച് അറിയാം, ഏറ്റവും ക്ലീൻലിനെസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ജപ്പാൻ. ഏറ്റവും ലോകത്ത് എവിടെ പോയാലും ഇതുപോലൊരു ഇത് എവിടെയും കാണില്ല, അത്ര ക്ലീൻലിനെസ് ആണ്. അതാണ് ജപ്പാൻ്റെ ഒരു നമ്പർ 1 ക്വാളിറ്റി. അപ്പോൾ ഇതും ജപ്പാനോ, അതും എൻ്റെ അവിടുന്ന് ഒരു 2 കിലോമീറ്റേഴ്സ് പോലും ഇല്ല. അപ്പം നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ ഹോട്ടലിനെ കുറിച്ച്. അത് മാരിയറ്റിൻ്റെയാണ്. മാരിയറ്റിൻ്റെ 4 പോയിൻറ്റ്സിലാണ് ഞാൻ താമസിച്ചത്. എത്രയും അവർക്ക് എന്താ പറയുക, ലോകം മുഴുവനും ഇതുള്ള യൂണിറ്റുള്ള ഹോട്ടലിലാണ്. ഓക്കെ, അതിൽ നിന്ന് അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റേഴ്സ് ഹാർഡ്ലി അത്രയേ ഉള്ളൂ. 1200 400 എന്നെങ്ങാണ്ടേ ഉള്ളൂ ക്യാബിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അപ്പം തന്നെ ആരുമില്ല ഇതിനകത്ത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ എന്താ പറയുക, ഫോൺ വിളിച്ചിട്ട് പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഞാൻ വീഡിയോ കോൾ വിളിച്ചത്. എന്നിട്ട് ഞാൻ കാണിച്ച് ഇതാണിത്, എനിക്കറിയില്ല, ഞാൻ ഒട്ടും അപ്പോൾ എൻ്റെ ഫേസ് കണ്ടപ്പോഴേ പുള്ളിക്കാരൻ വിളിച്ചത് ഒട്ടും കംഫർട്ടബിൾ അല്ല, എനിക്ക് വല്ലാണ്ട് ഇവിടെ ആരെയും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഒരു ബെല്ലുണ്ടായിരുന്നു. ബെല്ലടിച്ചപ്പോഴത്തേക്ക് ഈ പുറത്തിരുന്ന അവളാണ് വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് അവിടെ എനിക്ക് കോള് വരുന്നല്ലേ. ഓക്കെ, ഞാൻ ചോദിച്ച ആ കക്ഷി അവളാണ് ഇതിൻ്റെ നടത്തിപ്പുകാരി ഒന്ന്. ഓക്കെ, ഷീ ഈസ് എ ഗേൾ. ഓക്കെ, സോ അവൾ കയറി വന്നു യു ആർ ഇൻചാർജ്. അപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇത്രയും സമയം ഇതിനകത്ത് വന്ന് നിന്ന് കറങ്ങുക. ഞാൻ പറഞ്ഞു യു ഹാഡ് സീൻ ഐ എം കമ്മിങ് ഹിയർ. ഓക്കെ, സോ ദെൻ അവളിങ്ങനെ സ്മോക്ക് ചെയ്ത് അപ്പോൾ അവിടെ ഇരുന്ന് അവനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ദിസ് ഈസ് യുവർ മാനേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എൻ്റെ ദേഷ്യം വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ലായിട്ട് റൂം എവിടെ മേളിൽ പൊയ്ക്കോ ഇങ്ങനെ. ഞാൻ പറഞ്ഞു അപ്പോൾ യു ഷുഡ് ഷോ മൈ റൂം, ബിക്കോസ് എവിടെയാണെങ്കിലും ഞാൻ ഗസ്റ്റ് ഹൗസ് ആണെങ്കിലും ഒക്കെ ഞാൻ താമസിച്ചു. അവർ കൊണ്ട് നമ്മളെ അവിടെ കാണത്തില്ലേ, റൂം കാണിക്കൂലേ. നോ യു ഗോ അപ്പ് ഇറ്റ്സ് ദർ എന്ന് പറഞ്ഞു. ഞാൻ ഈ ബാഗെല്ലാം അവിടോട്ട് വെച്ചിട്ട് മേളിലോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ ഇത് ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു. ഇത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ പെട്ടെന്ന് താഴോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു
what is this? That is a room. That one man is, that is there. That means like inside you will get a something curtain or something like that. I said, what? No. I don't want എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ പുള്ളിക്കാരന് കോൾ ചെയ്ത് എല്ലാം കാണിച്ച് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തെല്ലാം കാണിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ജസ്റ്റ് ഫസ്റ്റ് യു ടേക്ക് യുവർ തിങ്സ് ആൻഡ് ഗോ ഔട്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് കോൾ കോപ്സ്. പെട്ടെന്ന് തന്നെ ഞാൻ വിളിച്ചു. ഞാൻ പെട്ടെന്ന് ഇതെല്ലാം വലിച്ചു വാരി പുറത്തിട്ടിട്ട് വിളിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ യു ഡോണ്ട് ബിലീവ് യാർ വിത്തിൻ സെക്കൻഡ്സ് ആദ്യം ഒരു 2-3 പേര് ഗലിയല്ലേ അവിടെ ആ 2 സൈഡിൽ നിന്ന് ഓടി വന്ന് എൻ്റെ വീഡിയോയിലുണ്ടായിരുന്ന ഒരാളും പിന്നെ ആ മറ്റേ പയ്യനല്ലേ അവൻ ലാസ്റ്റാണ് വന്നത്. കാര്യം അവനെ ഇംഗ്ലീഷ് അറിയാവുള്ളൂ. അങ്ങനെ അവർ വിളിച്ചു വരുത്തിയതാണ്. ഒരു 4-5 പേര്. അത് കഴിഞ്ഞിട്ട് പുറകെ ഒരു ലേഡി, അവൾ യങ് ചാപ്പാണ്, കോപ്പ്, അതും വേറെ 2 പേരും കൂടെ. അങ്ങനെ ഒരു 3-4 പേര് അപ്പം തന്നെ ഓടി എവിടുന്നൊക്കെയോ ഓടി വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സി നത്തിങ്, നോ വറീസ്, നത്തിങ്. ഇതുപോലെ ഞാൻ വന്നത് റോങ് സിറ്റുവേഷനിലാണ്. ഐ വാണ്ട് ടു എസ്കേപ്പ് ഫ്രം ഹിയർ, ദാറ്റ്സ് ഓൾ. ഐ വാണ്ട് ടു സ്കൂട്ട് ഫ്രം ദെയർ, ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട്. അപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങൾ നറേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, അത് മേടിച്ചത് ഈ ഹോട്ടലിൻ്റെ റേറ്റാണ് അവൾ ഒരു ദിവസത്തേക്ക് മേടിച്ചത്. 2 ദിവസത്തെ ഞാൻ ഓൾറെഡി പേ ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു, ദിസ് മച്ച് എമൗണ്ട് ഐ പെയ്ഡ് ഫോർ ദിസ്. അങ്ങനെ തന്നെ ഞാൻ ചോദിച്ചു, ഫോർ ദിസ് ഡാം ദിസ് തിങ്, ഫോർ ഐ ഡോണ്ട് വോണ്ട് ദിസ് ആൻഡ് ഐ വോണ്ട് മൈ മണി ബാക്ക് ആൾസോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് എല്ലാം. ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു സ്പെയർ മൈ മണി ഹിയർ, ഐ വോണ്ട് മൈ മണി ബാക്ക് ആൻഡ് ഐ വാണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് പ്ലേസ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അവർ എന്തെങ്കിലും ഇത് ചെയ്തോ, റോങ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു. അതാണ് അവരുടെ ആ ഒരു കൺസേൺ. ഓക്കെ, എന്തെങ്കിലും ഇതായോ? ഞാൻ പറഞ്ഞു, നോ. സോ ഞാൻ ചെന്നപ്പോൾ ഇതുപോലെ ഒരു മാൻ. അപ്പോൾ അവർ വിചാരിച്ചു ഇനി അയാൾ എന്തെങ്കിലും. ഞാൻ പറഞ്ഞു, നോ, നോട്ട് അറ്റ് ഓൾ, ബിക്കോസ് ഹീ ഈസ് സ്റ്റേയിങ്, ഹീ ഈസ് എ ഗസ്റ്റ്, ദേ ഡോണ്ട് നോ മീ, ബിക്കോസ് ഹി വാസ് ദെയർ, ബിക്കോസ് ദാറ്റ് അറ്റ്മോസ്ഫിയർ യു ഹാവ്. പക്ഷെ അവരകത്ത് കയറി അങ്ങനെ നോക്കവും അങ്ങനെയൊന്നും പോയില്ല കേട്ടോ, അവരുടെ പെർമിഷൻ ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഇത് അവിടെ വെച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഓൺലൈൻ ബുക്ക് ചെയ്തതാണ്. അവർക്ക് അപ്പോഴേ ഇവിടെ പുള്ളിക്കാരൻ അപ്പോഴേ തന്നെ അവർക്ക് കംപ്ലൈൻറ്റ് ചെയ്ത്. ഓക്കെ, സോ കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഓർക്കണം. ഇത്രയും വർഷമായി ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്, എല്ലാം ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന ഓൺലൈനിലും ഒക്കെയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നോ, ദിസ് ഇസ് നോട്ട് മൈ ടൈപ്പ്, എനിക്ക് ഇവിടുന്ന് പോകണം. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ കൂൾ, നോ വറീസ്. അപ്പം എനിക്ക് ദേഷ്യം കൊണ്ട് എനിക്ക് ഭയങ്കര, ഞാൻ ചോദിച്ചു, ഇസ് ഇറ്റ്സ് ലൈസൻസ്ഡ് ഓർ വാട്ട്, ഓക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ അവരുമായിട്ട് ഇതാക്കി സംസാരിച്ച് അവർ കാണിച്ചു കൊടുത്ത്. അപ്പോൾ ലൈസൻസ് ഒക്കെ കൊണ്ടുവന്ന് എല്ലാം അവർ ഡോക്യുമെൻ്റ് ഇതൊക്കെ കാണിച്ചു കൊടുത്ത്. അവർ പറഞ്ഞില്ല, ലൈസൻസ്ഡാണ്, അല്ല അതൊന്നും അവിടെ നടക്കത്തില്ല, വേറെ കാര്യം. എങ്കിൽ പോലും വേറൊന്നുമില്ല. ആക്ച്വലി ബാക്ക് പാക്കേഴ്സ് ടൈപ്പിന് ഇറ്റ്സ് ഓക്കെ ആയിരിക്കാം, മേ ബി. ഓക്കെ, സോ ഞാനങ്ങനെ ഇത് അല്ലാത്തതുകൊണ്ടായിരിക്കാം. കാരണം ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ അത് കഴിഞ്ഞപ്പോൾ അപ്പം 2 ഫോറിനേഴ്സ് വന്നു. അപ്പോൾ അവിടെ ഞാൻ 1 മണിക്കൂർ ഈ പെണ്ണകത്ത് വന്നില്ല. ഞാൻ അതിനകത്ത് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിന്നായിരുന്നു കുറേ സമയം. അന്നേരം ഈ ഒരു പയ്യൻ വന്നു, എൻ്റെ പേര് ഞാൻ മറന്നു, അതിനകത്ത് വീഡിയോയിൽ പറയുന്നുണ്ടോയെന്ന് പോലും ഞാൻ നോക്കിയില്ല. ഓക്കെ, സോ അവൻ പറഞ്ഞു, നോ വറീസ് എന്തായാലും. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന ആരെങ്കിലും ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് എന്നോട് പറഞ്ഞു, ഇറ്റ്സ് ഞാൻ ഇതൊന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് വരട്ടെ. അവൻ പറഞ്ഞു, ഇല്ല, ഡോണ്ട് വറി, ഇറ്റ്സ് നോട്ട് എ ബാഡ് പ്ലേസ്, ഓക്കെ, ഒള്ളി തിങ് മേ ബി. അപ്പം ഞാൻ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ എവിടെ ഞാൻ താമസിച്ചതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇടത്തൊക്കെയാണ് താമസിച്ചത് ഇവിടെ ആയിരുന്നു, ജസ്റ്റ് ഇവിടെ ആയിരുന്നു. അന്നേരം അവൻ പറഞ്ഞു, ഓക്കെ ഐ ഗോട്ട് ഇറ്റ്, നോ വറീസ്, ടെൻഷനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിത് ബാഗ് കൊണ്ട് വെച്ചിട്ട് വന്നിട്ട് ഇതാക്കാമെന്ന് പറഞ്ഞ് അവനും വന്ന് സെറ്റിലാവാൻ വരുമ്പോഴത്തേക്കാണ് ഇത് ഇവരുമായിട്ട് സംസാരിച്ച് ഫസ്റ്റ് ഞാൻ പിന്നെ കോപ്സിനെ വിളിച്ച്. പിന്നെ അവർക്കൊന്നും ഇടപെടേണ്ടി വന്നില്ല. ഓക്കെ, അപ്പം അതിന് ശേഷമുള്ള കാര്യമാണ് ഏറ്റവും എനിക്ക് എന്താ പറയുക, ഇറ്റ് ഈസ് അമേസിങ് തിങ്.
അവർ പിന്നെ ഇവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് എന്താ പറയുക ഇത് ഇതിൻ്റെ കൊണ്ട് അങ്ങോട്ട് കട്ടായി പോകുന്നു. എന്തൊക്കെയോ നെറ്റ്വർക്ക് പ്രോബ്ലം വരുന്നു അവിടെ. സാധാരണ റോഡിലും വൈഫൈ ഉള്ള രാജ്യമാണ്. പക്ഷേ എന്തൊക്കെ പിന്നെ വിളിച്ചു അങ്ങനെയാണ് ലാസ്റ്റ് ആ പയ്യൻ വന്ന്. അവന് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അപ്പോൾ എന്നിട്ട് എടുത്ത് മാറ്റി നിർത്തി പേഴ്സണലി ചോദിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടായോ. അപ്പം ഞാൻ എല്ലാം നറേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇനി ആരെങ്കിലും എന്തെങ്കിലും നോ. അപ്പം ഞാൻ പറഞ്ഞു we are also from means we are Indian cops, so no worries. ഇങ്ങനെ ഹസ്ബൻഡ് ഇത്രയും വർഷം 25 years he was in Air Force and such a position, everything I narrate to him. I said no worries, I know how to handle, but ഒന്നാമത്തെ കാര്യം ടൈമും, മറ്റേത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് തിങ് ആണ്. ഓക്കെ, ആ ഒരു കാരണം നമ്മൾ ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത ഒരു പ്ലേസിൽ ഞാൻ എത്തിച്ചേർന്നു. അപ്പോൾ അതൊന്നും ഞാൻ ആ വീഡിയോയിൽ വേറൊന്നും കൊണ്ടല്ല, ഞാൻ അവരുടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ ഉണ്ട്. എനിക്ക് വേണേൽ അതിട്ടിട്ട് എന്നെ ഞാനിങ്ങനെ പെട്ടുപോയി, ദിസ് ഹാപ്പൻ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, ചില യൂട്യൂബേഴ്സ് അതുകൊണ്ട് ബഹളം വെക്കുന്ന പോലൊക്കെ വെക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് നമ്മുടെ ഒരു ചാനൽ അങ്ങനെ ഒരു ടൈപ്പ് ചാനലല്ല. ഓക്കെ, കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ മാത്രമാണ്. ഞാൻ ഇപ്പം തന്നെ ഇങ്ങനെയുള്ള വീഡിയോ പോലും ഒരിക്കലും അതിനകത്ത് ഇടണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ മീൻസ് ഹോം വീഡിയോ. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ കുറേ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ കുക്കിംഗ് വീഡിയോയുടെ പിന്നെ മറ്റേ മോൻ്റെ വീഡിയോയുടെ അപ്പം ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോ അത് അവൻ്റെ പെർമിഷനോടെ ലാസ്റ്റാണ് ഞാനത് എഡിറ്റ് ചെയ്ത് കയറ്റിയത്, അവരുടെ പിള്ളേരുടെയും കൂടെ ഉള്ള പോർഷൻ. അല്ലെങ്കിൽ ഞാൻ വെറും ഒരു കേക്കും വെച്ചിട്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ. അപ്പം ഞാനോർത്ത് ഇത് നിങ്ങൾക്ക് പലർക്കും അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാവും. വീഡിയോ വന്നതേ ഉള്ളൂ, കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ ജനം. എന്നാലും അല്ലെങ്കിൽ ഞാൻ ഈ കൊലത്തെ വന്നെന്ന് പറയില്ല. ഓക്കെ, സോ കൺഫ്യൂഷൻ ഉണ്ടാവും എന്തായിരിക്കും സംഭവിച്ചത് അതിനകത്ത് പറയുന്നുണ്ടെങ്കിലും. കാരണം വേറെ അവരുടെ പേരോ അവരുടെ എന്താ പറയുക ഹോട്ടലിൻ്റെ ഗസ്റ്റ് ഹൗസിൻ്റെ പേരോ, കാരണം ഒരുപാട് ബാക്ക് പാക്കേഴ്സും അവരൊക്കെ പോകുന്നതായിരിക്കുമല്ലോ. അപ്പോൾ എത്രയോ വർഷം കൊണ്ട് നടത്തുന്നതാണ്. ഇപ്പോൾ ഒട്ടും അപ്പീലിംഗ് അല്ല, ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ അങ്ങനെയുള്ളവരെ കുറിച്ച് അവരുടെ വീഡിയോ ഇട്ടിട്ട് വേറൊരു രാജ്യത്തിരിക്കുന്ന അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല. ഓക്കെ, വേറൊരാളെ ബ്ലെയിം ചെയ്ത് നമുക്ക് ഫെയിം കിട്ടുന്നത് നോ വേ, ദാറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. സോ അതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞില്ലല്ലോ ഇതൊക്കെ എടുത്ത് വെച്ച് ഇടണമെന്നൊക്കെ അവിടെ വെച്ചാൽ പറഞ്ഞു. അവൻ നോ. ഞാൻ പിന്നെ വീഡിയോ അങ്ങനെയുള്ള അത് കഴിഞ്ഞിട്ട് കോപ്സ് വരുന്നതോ ഒക്കെ എനിക്ക് എടുക്കാം. ഇതൊന്നും ഞാൻ എടുത്തില്ല. ഒന്നും എടുക്കാതെ അവസാനം അവരെന്നെയും കൊണ്ട് കാര്യം ക്യാബ്. അപ്പം എന്നോട് ചോദിച്ച് എന്താണ് എൻ്റെ ഇതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇല്ല എനിക്കൊരു അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ പിന്നെ പുള്ളിക്കാരൻ അവിടെ നിന്ന് തന്നെ എന്തോ ബുക്ക് ചെയ്ത്, കാരണം നേരം രാത്രിയാവുന്നു. ഞാൻ താമസിച്ച ഹോട്ടലിൽ പോലും അവർക്ക് ഒരു ദിവസത്തേക്ക് ഇല്ല എനിക്ക് തരാൻ, അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും എനിക്ക് തന്നേനെ. ഓക്കെ, സോ അത്രയും ഞാൻ ഇൻറ്റിമസി ഉണ്ട് ഞാൻ ഓരോ താമസിക്കുന്ന സ്ഥലമായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ അവിടുന്ന് ഓൾറെഡി കുറച്ച് ദൂരമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല ക്യാബ് പിടിച്ച് തന്നെ പോയിക്കോ, കുറച്ച് ദൂരമുണ്ട്, ക്യാബ് പിടിച്ച് തന്നെ പൊക്കുമെന്ന് പറഞ്ഞ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഹസ്ബൻഡ് ഓൾറെഡി ബുക്ക്ഡ് സംവെയർ, പിന്നെ എനിക്കൊരു ക്യാബ് വേണം, അത്രേ ഉള്ളൂ, ടാക്സി വേണമെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടെ ബാക്കി പിന്നെ 3. അപ്പോൾ അവർക്ക് നമ്മുടെ കണക്ക് എന്താ പറയുക എപ്പോഴും അവർ അതിൻ്റെ കൂടി ഒസാക്ക ഫെസ്റ്റും കൂടെ ആയതുകൊണ്ട് ഞാൻ ഏതോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. കാര്യം കോപ്സിൻ്റെയും എന്താ പറയുക റെയിൽവേയുടെയൊക്കെ അവർ ഭയങ്കരമായിട്ട് സെക്യൂരിറ്റി ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് മോർ ദാൻ ഡബിൾ ആണ്. അപ്പോൾ അവർ രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇപ്പം അതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ അവർക്കിങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിൽ 2 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും ഓടിപ്പോയി. പിന്നെ അവരെല്ലാം പറഞ്ഞു ഓക്കെ നോ. ഞാൻ പറഞ്ഞു നോ വറീസ്. എനിക്ക് പിന്നെ ഒരു വിഷമമായിപ്പോയി. കാരണം നമ്മൾ അവരുടെ അത്രയും സമയമെങ്കിലും ഒരു കുറച്ച് സമയമെങ്കിൽ പോലും ഒരു അരമണിക്കൂർ ലെസ് ദാൻ 30 മിനിറ്റ്സേ ഉള്ളെങ്കിൽ പോലും എനിക്ക് അവരുടെ സമയം അത് കളഞ്ഞതിൽ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അത് ഞാൻ അപ്പോളജി ചെയ്യുകയും ചെയ്തു അവരോട്. ഒരു നോ അവർ ഡ്യൂട്ടി. അവർ നോ ഐ നോ ദാറ്റ് ഫെസ്റ്റ് ഈസ് ഗോയിങ് ഓൺ.
ആൻഡ് യു ആർ ലൈക്ക് സച്ച് എ റണ്ണിങ്. അല്ലെങ്കിലും അവിടുത്തെ കോപ്സ് എല്ലാം എപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ലില്ല, നോ വറീസ്. അവർ പറഞ്ഞു നോ വറീസ് ഒക്കെ പറഞ്ഞു. ആ പയ്യൻ അവൻ ഇംഗ്ലീഷ് അറിയാമായിരുന്നു, അവനുമായിട്ട് ഭയങ്കരമായിട്ട് ഇതായി. അങ്ങനെ എന്നെ ക്യാബിൽ കയറ്റി, ക്യാബിൽ ഡ്രൈവറോട് പറഞ്ഞ് സ്ഥലം പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് വിടണമെന്നൊക്കെ അയാൾ തന്നെ കയറി പറഞ്ഞ് എല്ലാം ചെയ്ത് എല്ലാം കാണിച്ചു കൊടുത്ത്, അഡ്രസ്സെല്ലാം കാണിച്ചു കൊടുത്ത് അങ്ങനെ എന്നെ അവിടുന്ന് അവർ യാത്രയാക്കി. ഓക്കെ, അപ്പോൾ അതായിരുന്നു ആ വീഡിയോയിൽ. അപ്പോൾ അതിനകത്ത് ഈ ഫസ്റ്റ് അവിടെ നടന്ന ഒരു ഇൻസിഡൻറ്റ് എനിക്ക് അതിനകത്ത് എന്താ പറയുക അവരോട് പറയാനൊരു മീൻസ് എന്താ പറയുക അവരുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഒന്നും ഞാൻ ഇടത്തില്ല. അയാൾ അന്നേരം എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ അന്നേരം കളഞ്ഞു. എനിക്ക് ഞാൻ പറയത്തില്ലേ, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ കാണാനും പോയില്ല, എന്താ പറയുക സൂക്ഷിക്കാനും പോകത്തില്ല. അങ്ങനെ ഒരു സ്വഭാവമാണ്. അതേപോലെ തന്നെ അതൊരു ഫോട്ടോയാണെങ്കിൽ പോലും ഇഫ് ഐ ഡോണ്ട് വാണ്ട് ടു സീ ദാറ്റ് ഐ വിൽ ഡിലീറ്റ് ഫ്രം മൈ ഫോൺ. ഓക്കെ, പക്ഷേ എന്തായാലും വൺ ഡ്രൈവിലോ കറങ്ങി തിരിഞ്ഞ് ഗൂഗിളിൽ എവിടെയെങ്കിലും കാണും. പക്ഷേ കാരണം നമ്മുടെ 3-4 ബാക്കപ്പ് ഇങ്ങനെ വെച്ചിട്ടുള്ളതുകൊണ്ട്. പക്ഷേ അതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു നോ നോ നോ. പക്ഷേ ഈ വീഡിയോ ഇട്ടപ്പം പുള്ളി ചോദിച്ചില്ല, കാരണം പുള്ളിക്ക് എന്നെ അറിയാം. ഓക്കെ, അപ്പോൾ അന്നേരം പറഞ്ഞു ഇല്ലില്ല ഇത് വ്ളോഗിലൂടെ എക്സ്പോസ് ചെയ്യണം. ഞാൻ പറഞ്ഞു നോ നോ നോ, കാരണം അത് അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് അവേ ഫ്രം ദാറ്റ്. സോ ദാറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, ദാറ്റ്സ് ദ ബോട്ടം ലൈൻ എന്ന് പറഞ്ഞു വിട്ട്. ഒരുപാട് പറഞ്ഞ് ഞാൻ ഇതൊന്നും ഇപ്പോൾ പറയാൻ വന്നതല്ല. ഇതായിരുന്നു എൻ്റെ കുഴപ്പം. വേറെന്തോ നിങ്ങളോട് സംസാരിക്കാൻ വന്നതാണ്. ഈ പോലത്തെ ഒന്നും പറയുന്നില്ല എന്ന് വിചാരിച്ച് പോകാനിരുന്നതാണ്. പക്ഷേ എനിവേ ദിസ് ഇസ് ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സ്റ്റേ സേഫ്. ഓക്കെ, സ്റ്റേ ട്യൂൺ. എല്ലാവരും സ്റ്റേ സേഫ്. അതേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആരായാലും അതാണായാലും പെണ്ണായാലും, ഞാൻ എൻ്റെ മോനോടായാലും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, ഏത് സിറ്റുവേഷനാണെങ്കിലും ഡോണ്ട് ബി പാനിക്. അത് ഹാൻഡിൽ ചെയ്യാൻ, കാരണം സൊല്യൂഷൻ ഈസ് ദെയർ. ഒന്നുമല്ല, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി എൻ്റെ എപ്പിസോഡുകൾ. അതായത് ഞാൻ കുറേ ഇട്ടിട്ടുള്ളല്ലോ, ഇപ്പം ഇനി കുറേ വരാനിരിക്കുന്നു. അമേസിങ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള എപ്പിസോഡ്സാണ് വരാനിരിക്കുന്നത്. ഓരോന്നും ബെറ്ററാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടുതൽ പേരിലോട്ട് എത്തിക്കാൻ മാത്രം നിങ്ങൾ എന്നെ സഹായിക്കണം, അത്രയേ ഉള്ളൂ. കാരണം നമ്മുടെ മലയാളികളിലോട്ട് എത്തുന്നതേ ഇല്ല. എനിക്ക് വരുന്ന കമൻസും കാര്യങ്ങളും ഒക്കെ അവർക്ക് വേണ്ടി സബ് ടൈറ്റിലിന് നോക്കുക ഞാനിപ്പം. അവർക്ക് സബ് ടൈറ്റിൽ, കാരണം മലയാളീസിനെയൊക്കെ കൂടുതൽ കാണുന്ന എനിക്ക് അബ്രോഡും ഒക്കെ ഉള്ള ഫ്രണ്ട്സാണ്. ഓക്കെ, അപ്പോൾ സോ അവരൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അവരൊക്കെ വളരെ ഇതായിട്ട് എനിക്ക് കമൻറ്റും ഫോണിലൂടെ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ മലയാളികളുടെ നിന്ന് എനിക്ക് ഒരു റെസ്പോണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. റെസ്പോൺസ് ആകെ എനിക്ക് എൻ്റെ എന്താ പറയുക ഞങ്ങളുടെ എയർഫോഴ്സിലുണ്ടായിരുന്നു. ഓക്കെ, സോ പ്രവീൺ, ഹാറ്റ്സ് ഓഫ് യു ആൻഡ് താങ്ക് യു സോ മച്ച്. ഈ വീഡിയോയിലൂടെ നിനക്ക് വേണ്ടിയിട്ട് പറയാം. കാര്യം പ്രവീൺ എന്നോട് എനിക്ക് ഒരു മെസ്സേജ് ഇട്ട്, അതെനിക്ക് വളരെ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അവാർഡാണ്. എന്നോട് പറഞ്ഞ് യു ആർ ലേഡി SGK. സോ ദാറ്റ് ഈസ് ബിക്കോസ് ഞാൻ റെസ്പെക്ട് ചെയ്ത് എന്നെ ഈ യാത്രയിലോട്ട് ഫസ്റ്റ് എപ്പിസോഡുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹി ഈസ് ദ മാൻ ഹൂ മേഡ് മീ ടു ഡു ദിസ്. ഓക്കെ, സോ ആ ഒരു ഇത് എന്താ പറയുക, ആ ഒരു റെസ്പെക്റ്റോടെ ഞാനത് എടുക്കുന്നു. കാരണം അതിൻ്റെ ഒന്നും ഒരു എന്താ പറയുക അതിൻ്റെ ഒന്നും അടുത്തോട്ട് പോലും പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിനോട് പറയാനോ ഉള്ള ഒരു ഇത് എനിക്ക് ഈ ജന്മം എനിക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രത്തോളം ലെജൻഡായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ലെജൻഡ്, അതായത് ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ, അവർ ഞാൻ എത്ര പേര് ഞാൻ കാരണം യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞാൻ യാത്ര ചെയ്തതിന് മുമ്പേ അവന്മാരൊക്കെ കോവിഡ് ടൈമിലൊക്കെ പോയി എന്താ പറയുക ഇന്ത്യ മൊത്തം കറങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ അത് ട്രാവൽ പാഷനാക്കി ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്ത പയ്യൻ, അവന് എന്താ പറയുക ലക്ഷറി കാറുകളൊക്കെ അവന് ഒരുപാട് അതെല്ലാം കൊടുത്തെടുത്തിട്ട് അവൻ ട്രാവലിങ്ങിന് മാത്രമായിട്ട് പോയി. ഇപ്പം ട്രാവൽ ബിസിനസ്സും കൂടെ എന്തോ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കഥകളല്ല, സംഭവിച്ച കാര്യങ്ങളാണ് ഈ കഥകളെന്ന് ഞാൻ പറയുന്നത്. സ്റ്റോറീസ് ഐ ഹാവ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. കാരണം ആ മനുഷ്യൻ എവിടെ നിൽക്കുന്നു, ഓക്കെ ഒന്നുമില്ല, പക്ഷെ നമ്മളെ ഇൻസ്പയർ ചെയ്ത് ലൈക്ക് സോ ആ ഒരു ഈസ് എ ലെജൻഡ് ആൻഡ് ഐ ഓൾവേസ് റെസ്പെക്ട് ഹിം. സർ, സോ സോറി ആൻഡ് താങ്ക് യു സോ മച്ച്.
കാരണം ആ പേര് പോലും പറയാനുള്ള ഇത് എനിക്കില്ല. ഓക്കെ. സോ പക്ഷേ അവൻ മാത്രമല്ല, എന്നെ ഫസ്റ്റ് ഞാൻ ട്രിപ്പ് പോയപ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയുക, ഈ എൻ്റെ റിലേറ്റീവ്സ് പോലും ഡൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണോ പോകുന്നത്, അല്ലോ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ള, ഫാമിലി ആരെങ്കിലും ഉണ്ടാവും എന്നുള്ള. അവർക്ക് പോലും ഈ റീസെൻ്റ്ലിയാണ് അവർക്ക് പോലും കൺഫേം ആയിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ആർക്കും ക്ലാരിറ്റി കൊടുക്കാൻ പോകാറില്ല. അതിനോട്ട് എന്താ പറയുക, അതെൻ്റെ ഒരു പാട്ടല്ല. ഓക്കെ. സോ പക്ഷെ എൻ്റെ ഒരു അധ്യാപകന്, പുള്ളിക്കാരൻ എനിക്ക് ആദ്യം മെസ്സേജ് ചെയ്തായിരുന്നു, ഓ ഒരു SGK സ്റ്റൈലാണല്ലോ എന്നിങ്ങനെ ചോദിച്ചിട്ട്. ഓക്കെ. സോ അന്നേരം ഞാൻ അത് ഫോൺ വിളിക്കുകയൊക്കെ ചെയ്ത് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ, സോ അത് എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഓക്കെ. അങ്ങനെ അല്ലെങ്കിൽ പോലും അതല്ല നമ്മൾ, പക്ഷേ ഡോക്യുമെൻ്ററി അല്ല ഇത് ഫസ്റ്റ് ഓഫ് ഓൾ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഡോക്യുമെൻ്ററി ചെയ്യാനും പോയിട്ട് എന്താ പറയുക, ഒരു വീഡിയോ എന്ന് പറയാൻ പോലും എനിക്ക് ഇല്ല. ഓക്കെ. അതിനുള്ള ധൈര്യമൊന്നും ആയിട്ടില്ല. സോ ഇത് ജസ്റ്റ് അതുകൊണ്ട് ഞാനത് ഇതിപ്പോൾ ഓർത്തപ്പം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. ബൈ. ഒരുപാട് പറഞ്ഞു. ബൈ. താങ്ക് യു സോ മച്ച്.